providing you with basic concepts and short tricks to solve clock related questions in reasoning section, which will surely help you in the upcoming exam. Okay, let's start. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. We all know that the dial of the clock is circular in shape. The dial of the clock is circular in shape. That is, a clock is a complete circle having 360 degree. എന്നുള്ളതൊരു കംപ്ലീറ്റ് സർക്കിളാണ് having 360 degree. And it is divided into 12 equal parts. And it is divided into 12 equal parts. Therefore, each part എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? ടോട്ടൽ ഡിഗ്രി 360 ആണ്. Therefore, each part is 360 by 12 equal 30 degree. Each part is 30 degree. Total 360 degree. Therefore, each part is 30 degree. ഇനി മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കവർ ചെയ്യുമ്പോഴാണ് അവർ ഹാൻഡ് 30 ഡിഗ്രി കവർ ചെയ്യുന്നത്. മിനിറ്റ് ഹാൻഡ് അതായത് 1 അവർ എടുക്കുമ്പോഴാണ് അവർ ഹാൻഡ് 30 ഡിഗ്രി കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പെർ മിനിറ്റ് അവർ ഹാൻഡ് മൂവ് ചെയ്യുന്ന എത്ര ഡിഗ്രി ആയിരിക്കും? 30/60 ഹാഫ് ഡിഗ്രി. 30/60 ഹാഫ് ഡിഗ്രി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ദിസ് ഇസ് മിനിറ്റ് ഹാൻഡ് ആൻഡ് ദിസ് ഇസ് അവർ ഹാൻഡ്. ഷോർട്ട് ഹാൻഡ് ഈസ് കോൾഡ് അവർ ഹാൻഡ് ആൻഡ് ലോങ് ഹാൻഡ് ഈസ് കോൾഡ് മിനിറ്റ് ഹാൻഡ്. ഓക്കെ, നെക്സ്റ്റ് വി മസ്റ്റ് നോ സം ക്ലോക്ക് പ്രോബ്ലം കൺസെപ്റ്റ്സ്. ഫസ്റ്റ് വൺ, minute space. The circumference of the face or dial of the clock can be divided into 60 equal parts called minute space. A clock has two hands. The smaller one is called hour hand or short hand. The larger one is called minute hand or long hand. Next, third one, minute gain. Every 60 minutes, the minute hand gains 55 minutes on the hour hand. This is very important point. എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? എവറി 60 മിനിറ്റ് ദ മിനിറ്റ് ഹാൻഡ് ഗെയിൻസ് 55 മിനിറ്റ് സ്പേസ്. 55 മിനിറ്റ് സ്പേസ് അതെന്താണ് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മിനിറ്റ് കവർ ചെയ്യുമ്പോൾ മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കവർ ചെയ്യുമ്പോൾ അവർ ഹാൻഡ് എത്ര മൂവ് ചെയ്യും? എത്ര സ്പേസ് മൂവ് ചെയ്യും? നമുക്കറിയാം, ഒരു ക്ലോക്കിനെ ടോട്ടൽ 60 ഈക്വൽ മിനിറ്റ് സ്പേസസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 60 സ്പേസ് കവർ ചെയ്യുമ്പോൾ, ഒരു മിനിറ്റ് ഹാൻഡ് 60 സ്പേസ് കവർ ചെയ്യുമ്പോൾ അവർ ഹാൻഡ് ആണെങ്കിൽ എത്ര സ്പേസ് കവർ ചെയ്യും? അല്ലേ, ഒരു 1 അവർ കംപ്ലീറ്റ് ആകുമ്പോൾ അവർ ഹാൻഡ് 5 സ്പേസസ് ആണ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സ്പേസ് കൂടുതൽ കവർ ചെയ്യുന്നു? മിനിറ്റ് ഹാൻഡ് എന്നുള്ളത് എത്ര സ്പേസ് കൂടുതൽ കവർ ചെയ്യുന്നു? മിനിറ്റ് ഹാൻഡ് 60 കവർ ചെയ്യുമ്പോൾ അവർ ഹാൻഡ് 5 സ്പേസസ് ആണ് കവർ ചെയ്യുന്നത്. Therefore 55 സ്പേസസ് ഗെയിൻഡ്. 55 സ്പേസസ് കൂടുതൽ കവർ ചെയ്യുന്നുണ്ട് മിനിറ്റ് ഹാൻഡ്. അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എവറി 60 മിനിറ്റ്സ് ദ മിനിറ്റ് ഹാൻഡ് ഗെയിൻസ് 55 മിനിറ്റ് സ്പേസ് ഓൺ ദ അവർ ഹാൻഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാം. സാധാരണ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എന്നൊക്കെ നമ്മൾ കണ്ടിരിക്കുക, പല ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലോക്കിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലോക്കിലെ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാം. നെക്സ്റ്റ്, ഓവർലാപ്പ്. ഇൻ എവറി അവർ ബോത്ത് ദ ഹാൻഡ്സ് കോയിൻസൈഡ് വൺസ്. ഇൻ എവറി അവർ ബോത്ത് ദ ഹാൻഡ്സ് മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് കോയിൻസൈഡ് വൺസ്. നെക്സ്റ്റ്, സ്ട്രെയിറ്റ് ലൈൻ. The hands are in the same straight line when they are coincide or opposite to each other. അതായത് നമുക്ക് അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഒന്നുകിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ അതായത് സെയിം പൊസിഷനിൽ വരുന്നു, ഓവർലാപ്പ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും നമുക്ക് എന്ത് പറയാം? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇപ്പോൾ ഇതെന്നുള്ളത് 6 and 12, 6ഉം 12 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ബോത്ത് ഹാൻഡ്സ് ഇൻ സെയിം പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വരാം? ഒന്നുകിൽ കോയിൻസൈഡ്, otherwise opposite in direction. Okay, clear. Next, clock too fast. If a watch or a clock indicates 8:15, when the correct time is 8, it is said to be 15 minutes too fast. Next, clock too slow. If a clock indicates 45,
when the correct time is 8, it is said to be 15 minutes 7:45. Here 7:45. If a clock indicates 7:45 when the correct time is 8, it is said to be 15 minutes too slow. Next points. The hands of a clock are perpendicular when they are 15 minutes space apart. അല്ലേ, അതായത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ്. ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് എന്നുള്ളത് റൈറ്റ് ആംഗിൾ ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ എത്ര സ്പേസ് ആയിരിക്കും അവർ ഉണ്ടായിരിക്കുക? 15 മിനിറ്റ് സ്പേസ്. അതേപോലെ തന്നെ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടു വൺ അനദർ വെൻ ദേ ആർ 30 മിനിറ്റ് സ്പേസ് അപ്പാർട്ട്. നെക്സ്റ്റ് പോയിന്റ്, ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ 22 times in 12 hours and 44 times in 24 hours. Very important point. Next point is hands of the clock are opposite to each other. Opposite വരുന്നത് hands of clock per day 22 times opposite to each other എന്ന കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. Therefore 12 hours 11 times in 12 hours and 22 times in a day. ഓക്കെ, അതായത് ഫിഗറിൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 15 സ്പേസസ് വരുമ്പോഴാണ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ എത്രയായിരിക്കണം? 30 മിനിറ്റ് സ്പേസ്. ഇതാണ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ hands of clock are perpendicular to each other 22 times in 12 hours and 44 times in 24 hours. Hands of clock are opposite to each other for 11 times in 12 hours and 22 times in a day. നമുക്ക് ലാസ്റ്റ് നടന്ന April 10th നടന്ന നാറ്റ എക്സാമിൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലോക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. How many times do both the hands of a clock coincide in a day considering a day is 24 hours? How many times do both the hands of a clock coincide in a day? Coincide ചെയ്യുന്നത് പെർ ഡേ എത്ര ടൈംസ് ആണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് 22. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നതും കോയിൻസൈഡ് ചെയ്യുന്നതും 22 ടൈംസ് പെർ ഡേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 4:20. ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 4:20. ഓക്കെ, അതായത് ഒരു ടൈം തന്ന് നമുക്കതിൽ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഫോർമുല തന്നെയാണ്. ഞാൻ പറഞ്ഞു ഫോർമുല നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല, പല ഷോർട്ട് കട്ട്സ് നമുക്ക് പറഞ്ഞു തരാം. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഫോർമുല തന്നെയാണ്. എന്താണ്? ദ ഇക്വേഷൻ ഫോർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഈക്വൽ 30h minus 11/2 m. h represents hour and m represents minute. Substitute the value 30 into 4 minus 11/2 into 20. Therefore answer is 10 degree. Angle between minute hand and our hand is 10 degree. Okay, next problem. At what time between 5 o'clock and 6 o'clock the hands of the clock beat together? At what time between 5 o'clock and 6 o'clock? 5 o'clockനും 6 o'clockനും ഇടയിൽ എത്ര ടൈം നമുക്ക് hands of the clock beat together? ഓക്കെ, ഏത് ടൈമിലാണ് നമുക്ക് ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ബീറ്റ് ടുഗദർ? ഇതാണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ഞാൻ മുമ്പ് ഓൾറെഡി പറഞ്ഞിരുന്ന കാര്യമാണ് 55 മിനിറ്റ് സ്പേസ് ഗെയിൻഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 60 മിനിറ്റ്സ്. 55 മിനിറ്റ് സ്പേസ്, അതായത് മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കവർ ചെയ്യുമ്പോൾ അവർ ഹാൻഡ് 5 സ്പേസസ് ആണ് കവർ ചെയ്യുന്നത്. Therefore 55 മിനിറ്റ്സ് സ്പേസ് ഗെയിൻഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 60 മിനിറ്റ്സ്. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹാൻഡ്സ് ഓഫ് ക്ലോക്ക് ടുഗദർ വരുന്ന കണ്ടീഷൻ ആയാലും അതേപോലെ തന്നെ നോട്ട് ടുഗദർ എന്നുള്ള കണ്ടീഷൻ ആണെങ്കിലും, അതായത് ഓപ്പോസിറ്റ് വരുന്ന കേസായാലും റൈറ്റ് ആംഗിൾ വരുന്ന കേസായാലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അതിൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 55 സ്പേസ് ആർ ഗെയിൻഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 60 മിനിറ്റ്. 55 minute space gained by minute hand in 60 minute. Then ഇവിടെ നമുക്ക് 5 o'clock and 6 o'clock എന്നാണ് ക്വസ്റ്റ്യൻ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സ്പേസ് നമുക്ക് ഓൾറെഡി മിനിറ്റ് ഹാൻഡ് ഗെയിൻ ചെയ്തിട്ടുണ്ട്? ഇവിടെ 5, 10, 15, 20 സ്പേസസ് മിനിറ്റ് ഹാൻഡ് ഓൾറെഡി ഗെയിൻ ചെയ്തിട്ടുണ്ട്. 20 and 25. നമുക്ക് 5 and 6 ആണ്. 5 and 6 എന്ന് പറയുമ്പോൾ 5 and 6ൻ്റെ ഇടയിൽ ഈ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ് ബി ടുഗദർ എന്നാണ് ക്വസ്റ്റ്യൻ. ദെർഫോർ ഇത്രയും സ്പേസസ് മിനിറ്റ് ഹാൻഡ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ദെർഫോർ 25 കറസ്പോണ്ട് ടു എക്സ്. 55 ഗെയിൻ ചെയ്യുമ്പോൾ 60, ദെൻ 25 ഗെയിൻ ചെയ്യുമ്പോൾ എക്സ്. എത്രയാണ് ടൈം, അറ്റ് വാട്ട് ടൈം എന്നുള്ള നമുക്ക് ആൻസർ കിട്ടും. Then we can solve this equation. 55x equal 25 into 60. Therefore, x equal 27 and 3 by 11 past 3. 27, 3 by 11 past 3. 5 മണി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം 27 and 3 by 11 എന്ന് പറയുമ്പോൾ എക്സാക്ട് ടൈമാണ്. പാസ്റ്റ് 3 ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫോർമുലാസ് ഒക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ കേസിനും കോയിൻസൈഡ് വരുന്ന കേസ്, ഓപ്പോസിറ്റ് വരുന്ന കേസ്, റൈറ്റ് ആംഗിൾ വരുന്ന കേസ് എന്ന് പറയുമ്പോൾ ഒക്കെ ഫോർമുലയാണ്. പക്ഷേ ഇതെന്നുള്ളത് ഇസ് എ വെരി ഈസി മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 7 and 8 o'clock will the hands of a clock be in the same straight line but not together? But not together. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, പക്ഷേ കോയിൻസൈഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്താണ്? Opposite in direction. Same straight line but not together means opposite direction. Opposite direction. Question. 7 and 8 o'clock. At what time between 7 and 8 o'clock will the hands of a clock be same straight line? അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് വരണം? 7 and 8 ഇതാണ് ടൈം. ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ബട്ട് നോട്ട് ടുഗദർ മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 55 minutes ഗെയിൻ ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 60 minutes. ദെർഫോർ ഇവിടെ ഈ ഒരു ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ എത്ര സ്പേസ് മിനിറ്റ് ഹാൻഡ് ഗെയിൻ ചെയ്യുന്നുണ്ട്? 5 spaces. Therefore 5 correspond to x. We can find the value of x. 55x equal 60 into 5. X equal to 60 by 11. Answer 5 and 5 by 11 minute past 7. 7ഉം 8ഉം ഇടയിൽ നമുക്ക് അവർ ഹാൻഡ് വരുമ്പോൾ അപ്പോൾ സെയിം ലൈൻ ആകണം, എന്നാൽ സെയിം ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആകണം, എന്നാൽ കോയിൻസൈഡ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ എത്ര സ്പേസ് കവർ ചെയ്ത് നോക്കുക? 5 spaces ആണ് മിനിറ്റ് ഹാൻഡ് കൂടുതൽ കവർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ എത്രയാ വരും? 10 spaces. അങ്ങനെ അതനുസരിച്ച്, അതായത് 1 കഴിഞ്ഞിട്ടാണെങ്കിൽ 1 കഴിഞ്ഞിട്ടാണെങ്കിൽ 5 വരും, 2 കഴിഞ്ഞിട്ടാണെങ്കിൽ 10 വരും, 3 കഴിഞ്ഞിട്ടാണെങ്കിൽ 15 വരും. ലൈക്ക് ദാറ്റ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ്, അതേപോലെ തന്നെ കോയിൻസൈഡ് ചെയ്യുന്ന കേസ്, സെയിം സ്ട്രെയിറ്റ് ലൈൻ വരുന്ന കേസ്, സെയിം സ്ട്രെയിറ്റ് ലൈൻ വരണം പക്ഷേ എങ്കിൽ നോട്ട് ടുഗദർ, ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് വരുന്ന കേസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 5:30 and 6 വിൽ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ബി അറ്റ് റൈറ്റ് ആംഗിൾസ്? സെയിം കൺസെപ്റ്റ് തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞ 55 minutes ഗെയിൻഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 60 minutes. ആ സെയിം കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് റൈറ്റ് ആംഗിൾ വരുന്ന കേസ് നോക്കാം. റൈറ്റ് ആംഗിൾ വരുന്ന കേസ് ഇതേ സെയിം മെത്തേഡ് തന്നെ നോക്കാം. അപ്പോൾ അതായത് നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു ഹിൻഡ് തരാം. ഇപ്പോൾ നമ്മളൊരു 5:30 and 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ഒരു ഹാൻഡ് വരുന്നെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് 2 വാല്യൂസ് കിട്ടും, 2 ആംഗിൾസ് കിട്ടും. അപ്പോൾ 2 ആംഗിൾസും കറക്റ്റ് ആൻസർ തന്നെയാണ്, പക്ഷെ ഓപ്ഷനിൽ ഒരെണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഓപ്ഷനിൽ ഏതാണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ നോക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മോർ അഡീഷണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.